ഓം ഗും ഗുരുഭ്യോ നമഃ. ഇന്നലെ 14-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലത്ത് വ്ളാങ്ങാമുറി എന്ന ഗ്രാമത്തിൽ സനാതന അദ്വൈത ആശ്രമത്തിൻ്റെ മഠാധിപതി സംപൂജ്യ സ്വാമി രാജേന്ദ്രാനന്ദ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹായാഗത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്നലെ. വൈഷ്ണവ മഹായാഗം എന്ന അത്യപൂർവമായ ഈ യാഗത്തിന് പൂജനീയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ, ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹം വൈദിക താന്ത്രിക ക്രിയകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സന്യാസിമാരും ആചാര്യന്മാരും നിരന്നുകൊണ്ട് പരിപാടികൾ ഗംഭീരമായി ഇന്നലെ വിജയകരമായി ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഇന്ന് രണ്ടാം ദിവസം ആദ്യത്തെ ഒരു ഭാഗം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. പൂജനീയ ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ നിരവധി സന്യാസിമാരുണ്ട്. ഉദ്ഘാതാക്കളായി നിരവധി യാഗയജ്ഞങ്ങളിൽ വേദമന്ത്രങ്ങൾ പാരായണം ചെയ്ത മാതാജിമാർ, അതുപോലെ 300-ലധികം യാഗങ്ങളുടെ ബ്രഹ്മൻ എന്ന സ്ഥാനം അലങ്കരിച്ച അച്യുതൻ കുട്ടിയേട്ടൻ, അതുപോലെ നിരവധി യാഗയജ്ഞങ്ങൾക്കും ക്ഷേത്രപ്രതിഷ്ഠകൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള പുഷ്പൻ ആചാര്യ, അതുപോലെ ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ വിശ്വബ്രഹ്മ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും വൈദിക വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിയും കൂടിയായ സജി ഇരവിമംഗലം, കണ്ണേട്ടൻ, അതുപോലെ അഞ്ചൽ മഹാദേവ ക്ഷേത്രത്തിലെ 3 വർഷം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച രമേശ് ആചാര്യ, അതുപോലെ നമ്മുടെ ആചാര്യ ശങ്കർ മീറ്റ്ന, സ്വാമി വിശ്വാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ നമ്മുടെ ശാസ്താംകോട്ട സ്വാമി, കർണാടകയിലെ ഒസൂരിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ്, ശിവധർമാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ കുംഭമേള വിജയിപ്പിച്ച സംപൂജ്യ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, അതുപോലെ ഗായത്രി മഹായജ്ഞത്തിലൂടെ സന്യാസ ദീക്ഷയിലേക്ക് കടന്നു വന്ന സ്വാമി സഹദേവാനന്ദ സരസ്വതി, നമ്മുടെ എറണാകുളം ജില്ലയുടെ അഭിമാനമായ ശിവപ്രഭാകര സ്വാമിജികൾ, അതുപോലെ നമ്മുടെ ജഗദാനന്ദ സരസ്വതി സ്വാമികൾ ഈ യാഗയജ്ഞത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഒരുപാട് അധ്വാനശീലനായ നമ്മുടെ രാധാകൃഷ്ണൻജി, അതുപോലെ ശിവപ്രസാദ് ജി, ഇവിടെ എത്ര പേർക്ക് ഏതൊക്കെ രീതിയിൽ വഴക്ക് പറയാൻ കഴിയുമോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടി ഇത് ചെയ്യുന്നയാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാഗത്തിന് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പ്രതിനിധിയായി മഹാവിഷ്ണുവിൻ്റെയും ഭദ്രകാളിയമ്മയുടെയും പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന മോഹനൻജി, നമ്മുടെ ഇത്രയേറെ വളരെ മനോഹരമായി ഇവിടെ ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ നമുക്ക് വേണ്ടി എല്ലായിടങ്ങളിലേക്കും പ്രസരിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ മൈക്ക് സെറ്റ്, ലൈറ്റ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ജ്യേഷ്ഠൻ, അതുപോലെ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം സംപൂജ്യ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, ഇപ്പോൾ പഞ്ചദശനാമി ആവാഹൻ അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിക്കപ്പെട്ട പൂജനീയ ഗുരുനാഥൻ, അദ്ദേഹമാണ് ഈ യാഗത്തിൻ്റെ വൈദിക താന്ത്രിക ക്രിയകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. നിരവധി യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും മഹായാഗങ്ങൾക്കും നേതൃത്വം നൽകിയ പൂജനീയ ഗുരുനാഥൻ്റെ വാണിയിലേക്ക് നമുക്ക് പോവാം. ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്നീ 3 കർത്തവ്യങ്ങളോടുകൂടിയാണ് 279 ദിവസങ്ങളും 10 മണിക്കൂറുകളും കഴിഞ്ഞ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഓരോ ശിശുവും ജനിച്ചു വീഴുന്നത്. സൂതികാഗ്നി എന്ന അഗ്നിയുടെ പരിപൂർണമായ അനുഗ്രഹത്താൽ ജനിച്ചു വീഴുന്ന ഓരോ ശിശുവിനും ഈ പ്രപഞ്ചത്തിൽ
120 വയസ്സുവരെ കലിയുഗത്തിൽ ജീവിക്കുക എന്ന കർത്തവ്യത്തോടൊപ്പം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ആശ്രമങ്ങളിലൂടെ ഭക്തിയും ജ്ഞാനവും കർമ്മവും യോഗയും ചേർത്തുകൊണ്ട് കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഒരേപോലെ ഋഗ് യജുസ് സാമം അഥർവം എന്ന 4 വേദങ്ങളുടെ ക്രമത്തിൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന 4 വിഭാഗങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിശൂദ്രന്മാർ ചേർന്നുകൊണ്ട് ഈ ലോകത്തെ വിശ്വശാന്തിക്കും സമാധാനത്തിനും സാഹോദര്യത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും സർവ്വരോഗ നിവാരണത്തിനും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളെ രക്ഷിക്കാനുമായിട്ടാണ് ഭഗവാൻ വിഷ്ണു വേദപുരുഷനായ ലക്ഷ്മീനാരായണനായ ദേവന്റെ അനുഗ്രഹം നേടുവാൻ ഉമാമഹേശ്വരന്റെ കൃപയോടുകൂടി നടത്തുന്ന കൃഷ്ണയജുർവേദത്തിന്റെ തൈത്രീയ വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈഷ്ണവ മഹായാഗത്തിന്റെ 2ാം ദിവസത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. സൂര്യവംശി 1008 മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമിജി രാജേന്ദ്ര ഗുരുനാഥന്റെ വിശാലമായ കാഴ്ചപ്പാടും കൃപയും അനുഗ്രഹവും അനുവാദവും അനുജ്ഞയും കൊണ്ട് ഈ വൈശാഖ മാസത്തിൽ മംഗളകരമായി ഈ ചടങ്ങ് നടത്തിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് എല്ലാവരും പ്രണാമം സമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. ഒരു വേദമന്ത്രത്തോടുകൂടി നമുക്ക് ഇത് സമർപ്പിക്കാം. ഓം ദേവസവിത പ്രസുവയജ്ഞം പ്രസുവയജ്ഞപതിം ഭഗായ ദിവ്യോ ഗന്ധർവ കേതപു കേതം നഃ പുനാതു വാചസ്പതിർവാചം ന സ്വദദൂ. ഓം നമോ ഭഗവതേ രുദ്രായ നമഃ ശംഭവേ യോ ഭവേ ചമഃ ശങ്കരായ ചമയസ്കരായ ചമ നമഃ ശിവായ ശിവധരായ ഓം നമോ ഭഗവതേ രുദ്രായ നമഃ ശംഭവേ ചമയോ ഭവേ ചമഃ ശങ്കരായ ചമയസ്കരായ നമഃ ശിവായ ശിവധരായ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം ബൃഹസ്പതയേ നമഃ. 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ യാഗം വിശ്വമംഗളത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് പൂജനീയ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞു. 21-ാം തീയതി വൈകുന്നേരം ഏറ്റവും ശുഭമുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ യാഗശാല അഗ്നിദേവന് സമർപ്പിക്കും. അതിനുശേഷം 22-ാം തീയതി രാവിലെ പ്രായശ്ചിത്ത ഹോമത്തോടുകൂടി ഈ യാഗം ഇവിടെ പര്യവസാനിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ യാഗത്തിൽ പങ്കെടുക്കുക. വിഷ്ണു ഭഗവാന്റെ സ്ഥിതികാരകനായ വിഷ്ണു ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ പത്മനാഭസ്വാമി അനുഗ്രഹം ചൊരിയുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പരിസരം, വ്ളാങ്ങാമുറി ഏരിയ. അപ്പോൾ അവിടെ വെച്ച് നടത്തുന്ന ഈ യാഗം അതൊരു വിജയമാക്കി തീർക്കാനും ഇവിടെ എത്തുന്ന ഓരോ ജനങ്ങളും മനപരിവർത്തനം വന്നുകൊണ്ട് അവർ യാഥാർത്ഥബോധമുള്ളവരായി യഥാർത്ഥ മനുഷ്യരായി സനാതന ധർമ്മത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ എല്ലാവർക്കും ഇടയാകണം. ജാതിക്കും മതത്തിനും കുലത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാവരും ഒരു മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു ഭാരതത്തെ കെട്ടിപ്പടുത്താൻ, വിശ്വഗുരുവായി ഭാരതത്തെ ഉയർത്തി കാണിക്കുവാൻ നടത്തുന്ന ഇത്തരം എല്ലാ യജ്ഞങ്ങളെയും വിജയിപ്പിക്കേണ്ടത് ഓരോ സനാതന ധർമ്മത്തെ സ്നേഹിക്കുന്നവരുടെയും കടമയാണ്, കർത്തവ്യമാണ്, അവരുടെ ധർമ്മമാണ്, കർമ്മമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഇടയ്ക്ക് യജ്ഞശാലയുടെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ, അഗ്നിയുടെ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കപ്പെടും. സാധുദർശനം പാപവിമോചനം, സാധുദർശനം, സാധുദർശനം.